Hello everyone, welcome back to Learnio. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോജിക് സർക്യൂട്ട് ഡിസൈൻസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ മൊഡ്യൂൾ 3യുടെ ആൻസേഴ്സ് ആണ് ഈ സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 13 question number 13a, implement a clocked SR latch using 2 input NAND gates and derive its characteristic equation. B, implement a 4-bit ring counter using JK flip-flop and draw its timing diagram. ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മളോട് പറഞ്ഞേക്കുന്നത് 4 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ 4 2 ഇൻപുട്ട് എന്ന് പറയുമ്പോൾ 2 ഇൻപുട്ട് ഉള്ള 4 നാൻഡ് ഗേറ്റ് 1 2 3 4 ദെൻ കൺസിഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ നാൻഡ് ഗേറ്റിലേക്ക് SR ലാച്ച് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എസിന്റെ ഇൻപുട്ട് കൊടുത്തു. അതിന്റെ സെക്കൻഡ് ഇൻപുട്ട് ആയിട്ട് 2 ഇൻപുട്ട് ആയതുകൊണ്ട് 2 ഇൻപുട്ട് വേണം. ഫസ്റ്റ് എസ് കൊടുത്തു, സെക്കൻഡ് ഇൻപുട്ട് ആയിട്ട് ക്ലോക്ക് സിഗ്നൽ കൊടുത്തു. അതുപോലെ സെക്കൻഡ് നാൻഡ് ഗേറ്റിൽ ഫസ്റ്റ് ഇൻപുട്ട് ക്ലോക്ക് സിഗ്നൽ, സെക്കൻഡ് ഇൻപുട്ട് R ആയിട്ട് കൊടുത്തു. അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഫസ്റ്റ് നാൻഡ് ഗേറ്റിന് വരുന്ന ഔട്ട്പുട്ടിന് S' എന്നും സെക്കൻഡ് നാൻഡ് ഗേറ്റിന് വരുന്ന ഔട്ട്പുട്ടിന് R' എന്നും നമ്മൾ മെൻഷൻ ചെയ്തു. ദെൻ നമ്മൾ തേർഡ് നാൻഡ് ഗേറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ S' ഫസ്റ്റ് ഇൻപുട്ട് ആയിട്ടും സെക്കൻഡ് ഇൻപുട്ട് ആയിട്ട് ഫോർത്തിന്റെ ഔട്ട്പുട്ടായി Q' കണക്ട് ചെയ്തു. ദെൻ ഫോർത്ത് നാൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് R' സെക്കൻഡ് ഇൻപുട്ടും ഫസ്റ്റ് ഇൻപുട്ടായിട്ട് Q, അതായത് നമ്മുടെ തേർഡ് നാൻഡ് ഗേറ്റിലത്തെ ഔട്ട്പുട്ടിനെ നമ്മൾ ഫോർത്ത് നാൻഡ് ഗേറ്റിന് ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ആൻസർ Q Q' ആൻസേഴ്സ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. നമുക്ക് അതിനെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യണമെന്ന് നോക്കാം. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എസും എസ് ക്ലോക്കും കൂടിയിട്ട് നാൻഡ് ഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് S' ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എസ് ഡോട്ട് ക്ലോക്ക് ഓൾ ഡാഷ് എന്ന് കിട്ടും ഇവിടെ. അതായത് S' എന്ന് പറയുന്നത് സിമിലർ ടു എസ് ഡോട്ട് ക്ലോക്ക് ഓൾ ഡാഷ്. അതിന് നമുക്ക് ഇങ്ങനെ, അതായത് എസ് ഡോട്ട് ക്ലോക്ക് ഓൾ ബാർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, ഓൾ ഡാഷ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ദെൻ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് സെക്കൻഡ് ഗേറ്റ് നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട്, അതായത് R' എന്ന് പറയുന്നത് R ഡോട്ട് ക്ലോക്ക് ഓൾ ഡാഷ്. അതിന് നമുക്ക് R ഡോട്ട് ക്ലോക്ക് ഓൾ ഡാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ദെൻ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതാണ് 2 ഇൻപുട്ട് ഗേറ്റ്സ്. ദെൻ നമുക്ക് ലാച്ച് കോർ 2 ഇൻപുട്ട് ക്രോസ് കപ്പിൾഡ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റത്തെ അതായത് നാൻഡ് 3യുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q ആണ്. ഈ Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത് നമ്മുടെ S' ഡോട്ട് Q', അതായത് Q' എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഈ ഔട്ട്പുട്ട് ആണ്. ഈ ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ S' ഡോട്ട് Q' കണക്ട് ചെയ്യുമ്പോൾ നാൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഓൾ ഡാഷ് വരും. അതാണ് നമുക്ക് കിട്ടണ ക്യൂവിന്റെ ഔട്ട്പുട്ട്. അതിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നു S' ഡോട്ട് Q' ഓൾ ഡാഷ്. ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുത്തു. ദെൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് 4ന്റെ ഔട്ട്പുട്ട് ആണ് Q'. നമുക്ക് R' ഡോട്ട് ഇവിടുന്ന് വരുന്ന അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് Q ആണ്. അപ്പൊ R' ഡോട്ട് Q ഓൾ ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് Q' ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെ 4 ഇക്വേഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു ഈ ഡയഗ്രത്തിൽ നിന്ന്. ദെൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാ കാണുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 1നെ, അതായത് നേരത്തെ നമ്മൾ നമ്പറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1നെ ഇക്വേഷൻ നമ്പർ 3യിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഡിമോർഗൻസ് റൂള് അപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു, അതായത് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് Q ഈക്വൽ ടു S' Q' ആണ്. അപ്പൊ ഈ S' എന്ന് പറയുന്നത് S ഡോട്ട് ക്ലോക്ക് ഓൾ ഡാഷ് ഡോട്ട് Q' ഓൾ ഡാഷ് ഈക്വൽ ടു S ഡോട്ട് ക്ലോക്ക് ഓൾ ഡാഷ് കിട്ടും പ്ലസ് Q ഓൾ ഡാഷ് കിട്ടും. അതായത് Qനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ നമുക്ക് S പ്ലസ് ക്ലോക്ക് പ്ലസ് Q' എന്ന് കിട്ടും. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ A ഡോട്ട് ബി ഓൾ ഡാഷ് എന്ന് പറയുന്നത് A' പ്ലസ് B' ആണ്. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഈ ഇക്വേഷനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയത്. ദെൻ
ക്യൂ ഡാഷ് ഡാഷ് എന്ന് പറയുമ്പോൾ ഡബിൾ ഡാഷ് വരുമ്പോൾ അത് നെഗേഷൻ ചെയ്ത് പോകും. അതുകൊണ്ട് ഡബിൾ ഡാഷ് വന്നതുകൊണ്ട് ഇതായത് ക്യൂ ഡാഷ് ഡാഷ് വന്നതുകൊണ്ട് ഇതിനെ ക്യൂ എന്നാക്കി. അതുപോലെ ഇതിലായാലും എസ് ഡോട്ട് ക്ലോക്ക് ഓൾ ഡാഷ് വന്നതുകൊണ്ട് നെഗേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് എസ് പ്ലസ് ക്ലോക്ക് എന്ന് കിട്ടി. തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടും ക്യൂ ഈക്വൽ ടു ക്യൂ പ്ലസ് എസ് പ്ലസ് ക്ലോക്ക്, അതായത് CLK. ദെൻ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഇക്വേഷൻ 2-നെ ഇക്വേഷൻ നമ്പർ 4-ലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി മോർഗൻ അപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 4-ന്റെ ഔട്ട് എന്ന് പറയുന്നത് ക്യൂ ഡാഷ് ഈക്വൽ ടു ആർ ഡോട്ട് ക്ലോക്ക് ഓൾ ഡാഷ്, അതായത് ആർ ഡാഷിന്റെ അവിടെ അതിന്റെ വാല്യൂ, അതായത് അതിന്റെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഇക്വേഷൻ 4-ലത്തെ ക്യൂ ഡാഷ് ഓൾ ഡാഷ് ഇട്ടു. അപ്പോൾ നമുക്ക് ആർ ഡോട്ട് ക്ലോക്ക് ഡാഷ് ഓൾ ഡാഷ് കിട്ടി, പ്ലസ് ക്യൂനെ പുറത്തേക്ക് എടുത്തിട്ട് ക്യൂ ഡാഷ് കിട്ടി, ആൻഡ് ഈക്വൽ ടു ആർ പ്ലസ് ക്ലോക്ക് പ്ലസ് ക്യൂ ഡാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞ എ ഡോട്ട് ബി ഓൾ ഡാഷ് എന്ന് പറയുന്ന റൂൾ അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എ ഡാഷ് പ്ലസ് ബി ഡാഷ്, അതാണ് നമുക്ക് ഈ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഡബിൾ നെഗേഷൻ വരുമ്പോൾ അതിന്റെ ഡബിൾ നെഗേഷനെ റിമൂവ് ചെയ്തു. ദെൻ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിട്ട് ക്യൂ ഡാഷ് ഈക്വൽ ടു ക്യൂ ഡാഷ് പ്ലസ് ആർ പ്ലസ് ക്ലോക്ക് കിട്ടും. ദെൻ ഇതിൽ ഈ സെയിം ക്വസ്റ്റ്യനിൽ ബി പാർട്ട് എന്ന് പറയുന്നത് 4-bit റിംഗ് കൗണ്ടർ യൂസിങ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ റിംഗ് കൗണ്ടർ എങ്ങനെ കൺസിഡർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചു, അങ്ങനെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് വെച്ച് 1 2 3 4. അതിൽ ഫസ്റ്റത്തേല് J ഇൻപുട്ട് ആയിട്ട് Jയും ഇവിടെ ഇൻപുട്ട് Kയും പിന്നെ ക്ലോക്ക് എന്ന് പറയുന്ന ഇൻപുട്ടും സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ എല്ലാറ്റിന്റെയും Jയും Kയും ക്ലോക്കും മെൻഷൻ ചെയ്തു. ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പില് ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഔട്ട് വരുന്നുണ്ട്, അതായത് Q0 എന്ന് പറയുന്ന ഔട്ട് വരുന്നുണ്ട്. ആ Q0 ഔട്ട് ആണ് ഈ മെൻഷൻ ചെയ്തേക്കുന്ന Q0. ഈ Q0 ഔട്ടിനെ എടുത്തിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് 2-ലേക്ക് കണക്ട് ചെയ്തു, ജെയുടെ പാർട്ടിലേക്ക്. ദെൻ നമുക്ക് അവിടെ നിന്ന് Q1 എന്ന് പറയുന്ന ഔട്ട് വരുന്നുണ്ട്, ആ ഔട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ദെൻ ഈ Q1 ഔട്ട് എടുത്തിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് 3-ലേക്ക് കൊടുത്തു. ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് 4-ലേക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് 3-യുടെ ഔട്ട് എടുത്ത് കൊടുത്തു. ദെൻ നമുക്ക് Q3 എന്ന് പറയുന്ന ഔട്ട് കിട്ടി. അങ്ങനെയാകുമ്പോൾ Q0 to Q3 എന്ന് പറയുന്ന ഔട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. ദെൻ ക്ലോക്കിനെ നമ്മൾ എല്ലാറ്റിൽ നിന്നും ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ട് പുറത്തേക്ക് എക്സ്റ്റേണലിലേക്ക് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ K എന്ന് പറയുന്നത് ഈ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത Q എന്ന് പറയുന്നത് ലാസ്റ്റ് കിട്ടിയ Q3 എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ് നമ്മൾ ലാസ്റ്റ് ജെയിലേക്ക് ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ജെയിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q ഡാഷ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Kയിലേക്കും കണക്ട് ചെയ്തു. അതേപോലെ ഫ്ലിപ്പ് ഫ്ലോപ്പ് 2-ലത്തെ Q ഡാഷ് തേർഡിന്റെ Kയിലേക്കും ഇതിലത്തെ Q ഡാഷ് അതായത് തേർഡിലത്തെ Q ഡാഷ് ഫോർത്തിലത്തെ Kയിലേക്കും കണക്ട് ചെയ്തു. എഗെയിൻ ലാസ്റ്റ് കിട്ടുന്ന ഇൻപുട്ടിനെ എടുത്ത് ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് റിംഗ് കൗണ്ടർ, അതായത് ഇതാണ് 4-bit റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അതിന്റെ ടൈമിംഗ് ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ അതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതണം. അതായത് ക്ലോക്ക് സിഗ്നൽ 1 2 3 4 എന്ന് പറയുന്ന ക്ലോക്ക് സിഗ്നൽ കൊടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Q0-ൽ കിട്ടുന്ന ഔട്ടും Q1-ൽ കിട്ടുന്ന ഔട്ടും Q2-ൽ കിട്ടുന്ന ഔട്ടും Q3-ൽ കിട്ടുന്ന ഔട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഓൾ 0 ആണ്. അപ്പൊ ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു പ്രീസെറ്റ് 1 കൊടുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ Q0 എന്ന് പറയുന്ന ഔട്ട് എപ്പോഴും 1 കിട്ടും, ബാക്കിയുള്ളതൊക്കെ 0 ആയിരിക്കും. ദെൻ സെക്കൻഡ് ക്ലോക്കില് ഈ Q0 എന്ന് പറയുന്ന ഇതിന്റെ 1 എന്ന് പറയുന്നത് ഇതിലേക്ക് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് Q1-ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ Q1-ൽ 1ഉം ബാക്കി 0യും കിട്ടും. ദെൻ ഇവിടെ തേർഡ് ക്ലോക്ക് സിഗ്നൽ കൊടുക്കുമ്പോൾ Q2-ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഫോർത്ത് ചെയ്യുമ്പോൾ Q3-ലേക്ക് ആ 1 ഷിഫ്റ്റ് ചെയ്യും.
അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് റിംഗ് പോലെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലോക്ക് ഇൻപുട്ട്, അതായത് നമ്മൾ സിഗ്നൽസ് കുറെ വേവ് ഫോം വെച്ചു. ദെൻ ഫസ്റ്റത്തേല് 0 ആണ്. അപ്പൊ അതിനുശേഷം പ്രീസെറ്റ് 1 കൊടുക്കുമ്പോഴാണ് നമുക്ക് Q0യില് 1 ഇൻപുട്ട് കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ക്ലോക്ക് സിഗ്നല് 0 ആണ്. സെക്കൻഡ് ഇതാണ് ക്ലോക്ക് 1. ക്ലോക്ക് 1ല് നമുക്ക് Q0ന്റെ അവിടെ 1 കിട്ടി. ബാക്കിയുള്ള Q1, Q2, Q3 ഒക്കെ 0 തന്നെ വിത്ത്സ്റ്റാൻഡ് ചെയ്തു. സെക്കൻഡ് ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത്, അതായത് ക്ലോക്ക് 2 എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ്. ഈ പോർഷനിൽ Q1ല് നമുക്ക് 1 കിട്ടി. അതുപോലെ Q3യിലെ Q2ന്റെ അവിടെ, അതായത് Q2ന്റെ അവിടെ ക്ലോക്ക് 3യില് നമുക്ക് 1 കിട്ടി. ദെൻ ക്ലോക്ക് 4ല് Q4ന്റെ അവിടെ നമുക്ക് 1 കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഈ ബിറ്റിന് സിമിലർ ആയിട്ട് തന്നെ നമ്മളിവിടെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എ അസിൻക്രണസ് 4-bit ബൈനറി അപ്പ് കൗണ്ടർ യൂസിങ് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഡ്രോ ദ ടൈമിംഗ് ഡയഗ്രാം. ആൻസർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അസിൻക്രണസ് 4-bit ബൈനറി അപ്പ് കൗണ്ടർ യൂസിങ് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് J = K = 1 ആയിരിക്കും റിപ്പിൾ ക്ലോക്ക് ഡിലേ. Then flip-flop 0 clock is external ആയിരിക്കും. Then Q0ന്റെ ക്ലോക്ക് എന്ന് പറയുന്നത് flip-flop 1ന്റെ ഇൻപുട്ട് ആയിരിക്കും. Q1ന്റെ എന്ന് പറയുന്നത് ക്ലോക്ക് ഇൻപുട്ട് ഓഫ് flip-flop 2, Q2ന്റെ ക്ലോക്ക് ഇൻപുട്ട് ഓഫ് flip-flop 3. ഇതിന്റെ ഡയഗ്രാം നോക്കാം. നമ്മള് ഫ്ലിപ്പ് ഫ്ലോപ്സ് വരച്ചു. JKയുടെ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ 4 എണ്ണം വരച്ചു. ദെൻ നമുക്ക് അതായത് JK എന്ന് പറയുന്നത് J = K ഇപ്പോഴും ഹൈ വാല്യൂ ആയിരുന്നു, അതായത് =1 ആയതുകൊണ്ട് എല്ലാ JKനെയും കോമൺ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ട് ഹൈ വാല്യൂ കൊടുത്തു. ദെൻ നമ്മൾ പറഞ്ഞത് ക്ലോക്ക് സിഗ്നൽ ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് എക്സ്റ്റേണൽ ക്ലോക്ക് സിഗ്നൽ ആണ് കൊടുക്കുന്നത്. അത് ഇവിടെ മെൻഷൻ ചെയ്തു. ദെൻ ഇതിലെ ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ടായ Q0 എന്ന് പറയുന്നത് ഔട്ട് എടുത്തു. അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ദെൻ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട് Q1 എന്ന് പറയുന്നത് ഔട്ട് എടുത്തു. അതിൽ നിന്ന് സിമിലർ ആയിട്ട് തന്നെ ആ ഔട്ട് എന്ന് തന്നെ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ക്ലോക്ക് ആയിട്ട് കൊടുത്തു. ദെൻ ഈ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ 0, അതായത് Q2 എന്ന് പറയുന്നത് ഔട്ട് എടുത്തതിന് ശേഷം ഈ Q2 നിന്ന് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ഇൻപുട്ട് ആയി കൊടുത്തു. അഗെയിൻ നമുക്ക് ലാസ്റ്റ് Q3 എന്ന് പറയുന്ന ഔട്ട് ഇതിൽ നിന്ന് കിട്ടും. ഇതാണ് അസിൻക്രണസ് 4-bit ബൈനറി അപ്പ് കൗണ്ടർ യൂസിങ് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ദെൻ നമുക്ക് അതിന്റെ ടൈമിംഗ് ഡയഗ്രാം നോക്കാം. ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ക്ലോക്ക് സിഗ്നൽ 0 to 10 വരെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Q0ലും Q1ലും Q2ലും Q3യിലുള്ള ഔട്ട്പുട്ട് എങ്ങനെയാന്ന് നോക്കാം. Q0ല് വരുമ്പോൾ ഫസ്റ്റത്തെ ക്ലോക്ക് 0 എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ 0 തന്നെ ഔട്ടായിട്ട് കിട്ടും. ദെൻ ക്ലോക്ക് 1 കൊടുക്കുമ്പോൾ 1 കിട്ടും. 2 കൊടുക്കുമ്പോൾ 0 കിട്ടും. 3 കൊടുക്കുമ്പോൾ 1 കിട്ടും. 4 കൊടുക്കുമ്പോൾ 0, 5 കൊടുക്കുമ്പോൾ 1, 6 കൊടുക്കുമ്പോൾ 0, 7 കൊടുക്കുമ്പോൾ 1, 8 കൊടുക്കുമ്പോൾ 0, 9 കൊടുക്കുമ്പോൾ 1, 10 കൊടുക്കുമ്പോൾ 0. ദെൻ Q1ന്റെ കേസ് എടുക്കുമ്പോൾ അതിന്റെ ഔട്ട് എങ്ങനെ കിട്ടണമെന്ന് നോക്കാം. ഫസ്റ്റത്തെ 0യും 1ഉം കൊടുക്കുമ്പോൾ 0, 0 കിട്ടും. 2, 3 കൊടുക്കുമ്പോൾ 1, 1 കിട്ടും. 4, 5 കൊടുക്കുമ്പോൾ 0, 0, 6, 7 കൊടുക്കുമ്പോൾ 1, 1, 8, 9 കൊടുക്കുമ്പോൾ 0, 0, 10 കൊടുക്കുമ്പോൾ 1. ദെൻ Q2ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ 0 to 3 വരെ കൊടുക്കുമ്പോൾ 0 ആണ് നമുക്ക് ഔട്ട് കിട്ടുന്നത്.
4 to 7 കൊടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. 8 to 10 കൊടുക്കുമ്പോൾ 0 കിട്ടും. Q3 ഔട്ട് എന്ന് പറയുന്നത് 0 to 7 വരെ നമുക്ക് 0 ഔട്ട് കിട്ടും. 8 to 10 എന്ന് പറയുന്നത് 1 ഔട്ട് കിട്ടും. ദെൻ അതിന്റെ വേവ് ഫോം എന്ന് പറയുന്നതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റത്തെ ക്ലോക്ക് സിഗ്നൽ കൊടുത്തു. ദെൻ Q0യുടെ വേവ് ഫോം വരച്ചു, Q1ന്റെ വരച്ചു, Q2ന്റെ വരച്ചു, Q3യുടെ വരച്ചു. ഫസ്റ്റത്തെ വേവ് ഫോം എന്ന് പറയുന്നത് ക്ലോക്ക് സിഗ്നലിന്റെ 0 1 0 1 0 1 എന്നുള്ള രീതിയിൽ നമ്മൾ സ്ക്വയർ വേവ് ഫോം വരച്ചു. ദെൻ നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ ക്ലോക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റത്തെ ക്ലോക്ക് സിഗ്നൽ ഒരെണ്ണം കൊടുക്കുമ്പോൾ നമുക്ക് Q0യിൽ 0 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ 0 ആയിട്ട് വന്നു. ദെൻ ഹൈ വാല്യൂ വന്നു ഇവിടെ. അങ്ങനെയാണ് Q0യില് ക്ലോക്ക് സിഗ്നൽ 1 കൊടുത്തപ്പോൾ ഹൈ വാല്യൂ വന്നത്. അഗൈൻ Q0യില് 2 ക്ലോക്ക് സിഗ്നൽ കൊടുത്തപ്പോൾ 0 വന്നു. 3 കൊടുത്തപ്പോൾ ഹൈ വന്നു. അങ്ങനെ നമുക്ക് Q0നെ കൺസ്ട്രക്ട് ചെയ്യാം. Q1ന്റെ കേസിൽ വരുമ്പോൾ 0യും ക്ലോക്ക് സിഗ്നൽ 0യും 1ഉം കൊടുക്കുമ്പോൾ 0 വന്നു. ദെൻ 1 1 കൊടുക്കുമ്പോൾ അതായത് 1 1 എന്ന് പറയുന്നത് 2ഉം 3ഉം ക്ലോക്ക് സിഗ്നൽ കൊടുക്കുമ്പോൾ 1 വന്നു. ദെൻ അഗെയിൻ 3ഉം 4ഉം കൊടുക്കുമ്പോൾ 4 5 കൊടുക്കുമ്പോൾ 0 0 വന്നു. ദെൻ അങ്ങനെ കൺസിഡർ ചെയ്യാം. അതുപോലെ Q2ന് ഫസ്റ്റത്തെ 4 സിഗ്നൽ ക്ലോക്ക് സിഗ്നൽ കൊടുക്കുമ്പോൾ 0യും നെക്സ്റ്റ് 4 സിഗ്നൽ കൊടുക്കുമ്പോൾ ഹൈ വാല്യൂയും വന്നു. ദെൻ Q3യില് ഫസ്റ്റത്തെ 7 സിഗ്നൽ ക്ലോക്ക് സിഗ്നൽ കൊടുക്കുമ്പോൾ ലോ വാല്യൂ അതായത് 0യും ദെൻ ഹൈ വാല്യൂ വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വേവ് ഫോം കൺസ്ട്രക്ട് ചെയ്യുന്നത്.